Voice of God. God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ ദൈവത്തിന്റെ തിരുവചനവുമായി കിങ്ഡം ട്രെയിനിങ് എന്ന പ്രോഗ്രാമുമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവജനം, ദൈവ ഇഷ്ടം ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ജനത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കിങ്ഡം ട്രെയിനിങ്ങുമായുള്ള ബന്ധത്തിൽ ജനത്തിന്റെ ചോദ്യവുമായി പ്രിയ സഹോദരൻ ഷാജി സുന്ദരൻ നമ്മളോടുകൂടെ സ്റ്റുഡിയോയിലുണ്ട്. പ്രിയ സഹോദരൻ, ഇന്ന് ജനത്തിന്റെ ഏത് ചോദ്യങ്ങൾ ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടുകൊണ്ടിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള റൈറ്റ്സ് പരിശുദ്ധാത്മാവിന് കൊടുത്ത് ആ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലോട്ട് കടന്നു വന്നു. ആ പരിശുദ്ധാത്മാവ് മനുഷ്യ ശരീരത്തിൽ എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടത്. അതിൻ്റെ മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവും സ്വന്തമായിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമുക്ക് ആഴങ്ങളിട്ട് ഈ ആഴ്ച മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറിച്ച് നാം ആഴങ്ങളിലോട്ട് പോയില്ല. കഴിഞ്ഞ ആഴ്ച ആ ഭാഗം മാത്രം നാം കേന്ദ്രീകരിച്ചു സംസാരിച്ചു. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലോട്ട് കടന്നു പോകാൻ സാധിച്ചില്ല. ഈ എപ്പിസോഡിൽ നമുക്ക് അതിൻ്റെ ആഴങ്ങളിലോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മ മനുഷ്യരത്തിൽ കൂടെ പ്രവർത്തിക്കുന്നത്? പ്രിയരെ, കഴിഞ്ഞ എപ്പിസോഡ് ആയിട്ട് ബന്ധത്തിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു, ദൈവരാജ്യം സ്ഥാപിക്കാൻ കടന്നു വന്നു. എന്നാൽ ദൈവരാജ്യം സ്ഥാപിക്കാതെ യേശുക്രിസ്തു മടങ്ങിപ്പോയി. എന്നാൽ നമ്മൾ മനസ്സിലാക്കി യേശുക്രിസ്തു കാൽവരിയിൽ പൂർത്തിയായെന്ന് പറഞ്ഞത് എന്താണ്? യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കുവാനുള്ള ആദ്യ പടിയായ മനുഷ്യരെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള യേശുക്രിസ്തുവിൽ പിതാവ് ഏൽപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് സെക്ഷൻ വർക്ക് പൂർത്തിയായി എന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ടാണ് എബ്രായനും 10:12 പറയുന്നത്, അവൻ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചു, എന്നേക്കുള്ള വീണ്ടെടുപ്പ് അവൻ നടത്തി. ഇനി അവൻ പിതാവിന്റെ വലതുഭാഗത്ത് വെറ്റൊരു ശുശ്രൂഷ ചെയ്യുക, കാത്തിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുക. പിതാവിന്റെ വലതുഭാഗത്ത് ശത്രുക്കൾ തന്റെ പാദപീഠമാകുവാൻ കർത്താവ് കാത്തിരിക്കുക. ഇന്ന് കർത്താവ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം നടക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനാൽ മരണത്തിന് കർത്താവ് യേശുവിന്റെ മേലെ യാതൊരു അധികാരവും ഇനിയില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, പക്ഷെ ഞാൻ പോവുകയാണ്. കാരണം ഞാൻ പോയാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. അതെന്താ പ്രയോജനം? ഞാൻ പോയാൽ കാര്യസ്ഥ നിങ്ങളുടെ അടുക്കൽ വരും. കാര്യസ്ഥ വെച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരും. ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയവ നിങ്ങൾ ചെയ്യും. എന്താണ് ഞാൻ ചെയ്തതിലും വലിയവ? അതാണ് നമ്മൾ ഈ പ്രവൃത്തിയുമായിട്ട് ബന്ധത്തിൽ മനസ്സിലാക്കി. ഞാൻ ചെയ്തതിലും വലിയവ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി, രോഗികളെ സൗഖ്യം, മരിച്ചവർ ഉയർപ്പിച്ചതിനേക്കാൾ വലിയ ഇനിയിപ്പോൾ മറ്റെന്താ ഉള്ളേ എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ട്. പക്ഷേ ശുശ്രൂഷകളിൽ വിവിധങ്ങളായ ശുശ്രൂഷകളുണ്ട്. രോഗികൾ സൗഖ്യമാവുന്ന പല പല രീതികളുണ്ട്. യേശുവിൻ്റെ നിഴൽ വീണ് ആരും സൗഖ്യമായില്ല, പക്ഷെ ഭർത്താവിൻ്റെയൊക്കെ നിഴൽ വീണ് സൗഖ്യമായി. ഇങ്ങനെ ശുശ്രൂഷകളുണ്ടെങ്കിലും ഇതെല്ലാം രോഗി സൗഖ്യമായതാണ്. യേശു ചെയ്തതിനേക്കാൾ വലുതായിട്ടൊന്നുമല്ല, ഡിഫറൻറ്റ് രീതിയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയാം, യേശു ചെയ്തതിലും വലിയവ ചെയ്യും. അത് യേശു ചെയ്യാത്ത ടൈപ്പ് ശുശ്രൂഷ ചെയ്യും. കാരണം യേശു ചെയ്യാത്ത ടൈപ്പ് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു യെരുശലേമിൽ ശുശ്രൂഷിച്ചാൽ യെരുശലേമിൽ മാത്രമേ പ്രസംഗം നടക്കൂ, വേറെ എങ്ങും പ്രസംഗം നടക്കത്തില്ല. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൻ്റെ മില്യൺ കണക്കിന് സ്ഥലങ്ങളിൽ ഒരുമിച്ച് പ്രസംഗിക്കുക. അതെ, യേശുവിന് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളിലൂടെ നമ്മുടെ ശരീരം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിലൂടെ യേശുവിനെ മില്യൺ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാം. ഇതിനാധാരമായിട്ട് നമ്മളൊരു വചനം പറഞ്ഞു. ഗോഡ് ഹെഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഗോഡ് ഹെഡ് പ്രവർത്തിക്കുന്ന ആ വചനം ആധാരം നമ്മൾ വായിക്കാൻ പോവുകയാണ്. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഗോഡ് ഹെഡ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൻ്റെ 12-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് ഇനിയും അധികം നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്കത് ഇപ്പോൾ വഹിക്കുവാൻ കഴിവുള്ളതല്ല. യേശു പറയുക, ജനത്തിന് വഹിക്കാൻ കഴിയില്ല, അവരുടെ കപ്പാസിറ്റി കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അത് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന് പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലേക്ക് വരും. സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ വരുമ്പോൾ അവൻ ഒരു ആത്മാവിൻ്റെ സഹായത്തോടെ മനുഷ്യൻ നിൽക്കുകയാണ്. അതെ,
ആത്മാവിനെ മനുഷ്യർ കാണുന്നില്ല. മനുഷ്യർ കാണുന്നുള്ളൂ. പക്ഷേ ആത്മാവിന്റെ സഹായത്തോടെ മനുഷ്യർ നിൽക്കുമ്പോൾ ഈ ബലഹീനരായ മനുഷ്യർ ശക്തരായി തീരുകയാണ്. തുടർന്ന് ദൈവത്തിന്റെ വചനം പറയാം, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തി. എന്താ സത്യം? ദൈവത്തിന്റെ വചനം യോഹന്നാൻ 17:17 പറയാം, നിന്റെ വചനമാകുന്നുവല്ലോ സത്യം. അപ്പൊ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആമേ. അപ്പോൾ വചനത്തിൽ വഴി നടത്തും. വചനം എന്ന് വെച്ചാൽ ക്രിസ്തുവാ. ക്രിസ്തുവിൽ നിന്നെ വഴി നടത്തും. അപ്പൊ നിന്റെ ഉള്ളിലൂടെ ആരാ നടക്കുന്നേ? ക്രിസ്തുവാ നടക്കുന്നത്. ക്രിസ്തു. അപ്പൊ നിന്നിലൂടെ ആരാ പ്രസംഗിക്കുന്നേ? ക്രിസ്തുവാ പ്രസംഗിക്കുന്നത്. എല്ലാവരിലൂടെ അല്ലാട്ടോ, ഈ ഗോഡ് സിസ്റ്റത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരിലൂടെ. ഹല്ലേലൂയ. സ്വയമേ പ്രവർത്തിക്കുന്നതിലൂടെ അവൻ തന്നെയാ പ്രസംഗിക്കുന്നത്. അവൻ തന്നെയാ പോകുന്നത്. പക്ഷെ ദൈവ ഇഷ്ടപ്രകാരം ചെയ്യുന്നവരുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി ആ സ്ക്രിപ്ചർ നമ്മളൊന്ന് വായിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. വായിച്ചാട്ടെ ആ ഭാഗം. യോഹന്നാൻ സുവിശേഷം 16-13 മുതലുള്ള വാക്യങ്ങൾ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ശ്രദ്ധിക്കുക, ഇവിടെ കർത്താവിന്റെ ആ വചനം പറയാണ്, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യത്തില്ല? സ്വയമേ സംസാരിക്കത്തില്ല. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടു അല്ലേ? പരിശുദ്ധാത്മാവ് സ്വയമേ സംസാരിക്കത്തില്ല. പക്ഷെ നമ്മളുടെ പ്രശ്നം, നമ്മൾ സ്വയമേ സംസാരിക്കും. പരിശുദ്ധാത്മാവ് സ്വയമേ സംസാരിക്കത്തില്ല. ഇനി യേശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യോഹന്നാൻ 5:30 വാക്യം പറയുകയാണ്, യേശുവും പറയാ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിവുള്ളതല്ല. ആമേൻ. യേശുവിന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് ഒന്നും സ്വയമേ ചെയ്യുകയും ഇല്ല. ആമേൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു അല്ലേ? അതുകൊണ്ട് നമ്മൾ ആ നല്ല പാഠം ഏറ്റെടുക്കണം. നമുക്ക് യേശുവിന് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവ് സ്വയമേ ഒന്നും ചെയ്യത്തില്ല എങ്കിൽ നമ്മളും ഒരു തീരുമാനം എടുക്കണം. നമ്മളും സ്വയമേ ഒന്നും ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കണം. എങ്കിൽ അത് കുഞ്ഞെ ജയത്തിന്റെ വലിയൊരു സ്റ്റെപ്പാണ്. കർത്താവ് യേശുക്രിസ്തു പറയുന്ന കാര്യമുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ, നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ നീ ആദ്യം ചെയ്യേണ്ട കാര്യം നിന്റെ സ്വയത്തെ നീ അങ്ങ് ത്യജിക്കണം. നിനക്ക് ഇതുവരെ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്കത് ചെയ്യാം, ഇത് ചെയ്യാം. ഞാൻ ആരാണെന്ന് അറിയാമോ? അത് ഞാൻ കാരണം അത് സംഭവിച്ചത്. ഇങ്ങനെ കുറെ ഞാനുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തു. ഈ ഞാൻ ആദ്യം തന്നെ അവസാനിക്കണം. നിന്റെ സ്വയം നീ അങ്ങ് ത്യജിക്കണം. ഞാൻ ആയിരിക്കുന്നത് അവന്റെ കൃപയാലാ. ആമേൻ. ഹല്ലേലൂയ. പിന്നെ നിന്നിലൂടെ അധ്വാനിച്ചതോ, അത് അവന്റെ കൃപ എന്നിലൂടെ അധ്വാനിച്ചു. അവന്റെ കൃപ എന്നിലൂടെ അധ്വാനിച്ചില്ലെങ്കിൽ അതൊന്നുമല്ല. ഞാൻ ആയിരിക്കുന്ന അവന്റെ കൃപയാല. അപ്പൊ എന്നെ അനുഗമിക്കാൻ ഒരുവന് ആഗ്രഹിച്ച ആദ്യമേ അവന്റെ സ്വയം ത്യജിക്കുവാനിടയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, നാം മനസ്സിലാക്കി, യേശു സ്വയം ഒന്നും ചെയ്തില്ല, പരിശുദ്ധാത്മാവ് സ്വയം ഒന്നും ചെയ്തില്ല. പിന്നെ എങ്ങനെ ഈ ഗോഡ് ഹെഡ് പ്രവർത്തിക്കുന്നത്? ഇനി അതിന്റെ താഴേക്ക് വായിച്ച്, താൻ കേൾക്കുന്നത് സംസാരിക്കുകയും, പരിശുദ്ധാത്മാവ് താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത്, എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ അവൻ യേശുവിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് യേശുവിൽ നിന്ന് വചനം എടുക്കുകയാ. അവൻ സകല സത്യത്തിലാണല്ലോ നടത്തുന്നേ. യേശുവിൽ നിന്ന് വചനം എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളത്. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളത്. അപ്പൊ യേശുക്രിസ്തു പറയാ, പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളത്. യാക്കോബ് ലേഖനം പറയാ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എല്ലാം ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. എല്ലാം ആരംഭിക്കുന്ന പിതാവിൽ നിന്നാണ്. ഇവിടെ പറയാണ്, യേശു സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, യേശുവിൽ നിന്നൊന്നും ആരംഭിക്കുന്നുമില്ല. പരിശുദ്ധാത്മാവ് സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവിൽ നിന്നൊന്നും ആരംഭിക്കുന്നു ഇല്ല. ഹല്ലേലൂയ. പക്ഷെ മനുഷ്യരുടെ പ്രശ്നം, മനുഷ്യരിൽ നിന്ന് പലതും ആരംഭിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യരുടെ പ്രശ്നം. ഹല്ലേലൂയ. ഇൻ ദ ബിഗിനിങ് മാൻ അല്ല, ഇൻ ദ ബിഗിനിങ് ഗോഡ്. ദൈവമാണ് ദൈവത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. ബിഗിനിങ് തന്നെ ആദ്യം തന്നെ ആരംഭിച്ചത് ദൈവത്തിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കണം, നമ്മളിൽ നിന്നൊന്നും ആരംഭിക്കരുത്. ഇപ്പൊ ഇവിടെ കേൾക്കുകയാണ്, പിതാവിനുണ്ട്. പിതാവിനുണ്ട്. ഈ പിതാവിനുള്ളതെല്ലാം ആർക്കുള്ളത്? യേശുവിനുള്ളത്. ഇനി പരിശുദ്ധാത്മാവ് യേശുവിനുള്ളതിൽ നിന്ന് എടുത്ത് നമുക്ക് തരുന്നു. ശുശ്രൂഷ മനസ്സിലായോ? നമ്മൾ നാലാമത്തെ പോയിന്റാ. പിതാവിന് ഉണ്ട്, പിതാവിനുള്ളതെല്ലാം യേശുവിനുള്ളത്. രണ്ടാം പോയിന്റ്.
ഈ രണ്ടാം പോയിന്റിലുള്ള യേശുവിൽ നിന്ന് എടുത്ത് പരിശുദ്ധാത്മാവ് എടുക്കുന്നു, മൂന്നാം പോയിന്റ്. അതെ. എന്നിട്ട് ഇത് നമുക്ക് തരുന്നു, നാലാം പോയിന്റ്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അതെ. ഗോഡ് ഹെഡ് പ്രവർത്തിക്കുന്ന രീതി ഇതാ. ഒന്നുകൂടി ഞാൻ പറയാം. നാലാമത്തെ പോയിന്റിൽ ആകുമ്പോഴേ ദൈവത്തിൽ നിന്ന് ജനിച്ചത് നമ്മുടെ കൈ കിട്ടും. ആമേൻ. പിതാവിനുള്ളത് എല്ലാം പിതാവിൻ്റെതാ. പിതാവിനുള്ളതെല്ലാം ഇതിന് പകരം പറയാ അതൊക്കെ യേശുവിൻ്റെതാ. ആമേൻ. യേശുവിനുള്ളതാണ്. ആമേൻ. ഒരു വീട്ടിലെ പിതാവിനുള്ളതൊക്കെ മകന് ഉള്ളതാ, ദൈവപുത്രനുള്ളതാ. പിതാവിനുള്ളതല്ല, യേശുവിനുള്ളതാ. അവൻ, അതായത് പരിശുദ്ധാത്മാവ്, മൂന്നാമത്തെ പോയിന്റ്, യേശുവിൽ നിന്ന് എടുത്ത് നമുക്ക് തരുന്നു. മനസ്സിലാകുന്നുണ്ടോ? തുടർന്ന് ഈ നാലാം പോയിന്റായ നമ്മൾ ആ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആത്മാവാൽ നയിക്കപ്പെടുന്നവരാ. ആമേൻ. അവരുടെ പേരാ ദൈവമക്കൾ. റോമൻസ് 8:14 പറയുന്നു, ആത്മാവാൽ നടത്തപ്പെടുന്നവരാ ദൈവത്തിന്റെ മക്കൾ. അവരുടെ പേരാ ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ കാരണം എന്താ? അവർ ആരംഭിച്ചത് എവിടെ നിന്നാ? ദൈവത്തിൽ നിന്നാ. പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളത്, പുത്രനുള്ളതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ അത് പ്രകാരം ലോകത്ത് നടക്കുന്നു. നിങ്ങൾ ആരെ പ്രകാരം നടക്കുന്നേ? ദൈവത്തിൽ നിന്ന് നടക്കുന്നു. നിങ്ങളുടെ പേരാ ദൈവമക്കൾ. സ്വയമേ നടക്കുന്നതിന്റെ പേര് ദൈവമക്കൾ ദൈവത്തിന് പകരം പറഞ്ഞിട്ടില്ല. അമ്മേ, നീ നിന്റെ സ്വയത്തെ നേടാൻ ശ്രമിച്ചാൽ നീ നിന്റെ ജീവനെ കളയുമെന്ന് പറഞ്ഞത്. അതെ. പകരം നീ സ്വയത്തെ എനിക്ക് വേണ്ടി തന്നാൽ നീ നിന്റെ ജീവനെ നേടും. ആമേൻ. ആമേൻ. പ്രിയരെ, ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് കടന്നു പോകുന്ന ഒരു കാറ്റാ. ഷാജി വേറെ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഇതിനെക്കുറിച്ചൊരു പ്രത്യേക സന്ദേശം എനിക്ക് തരാനിടയായി. കടന്നു പോകുന്ന ഒരു കാറ്റ് അളങ്ങ് പോയി കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഈ കടന്നു പോകുന്ന കാറ്റ് ഇതൊന്നും നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. ഇവിടെ ഒന്നും കാറ്റിൽ പിടിച്ചെടുക്കാനില്ല. ഇവിടെ എന്ത് പിടിച്ചെടുത്താലും സെമിത്തേരിയുടെ ഗേറ്റിന്റെ ഉള്ളിൽ എല്ലാം ക്ലോസ് ആകും. മനസ്സിലാവുന്നുണ്ടോ? ഒരിക്കലും ചൈനയിലെ ഷങ്കായി എന്നൊരു പട്ടണത്തിലേക്ക് ഞാൻ കടന്നുപോയി. ആ പട്ടണത്തിൽ ഒരു എക്സിബിഷന് വേണ്ടി കടന്നുപോയി. എക്സിബിഷൻ ഞാൻ കടന്നുപോയി കുറേ മെറ്റീരിയലുകൾ ഞാൻ ശേഖരിച്ചു. ഈ കുറേ മെറ്റീരിയൽ ഞാൻ ശേഖരിച്ചു. ഒന്നിന് സമയമില്ലാതെ ഞാൻ ഫുൾ ടൈം ആ എക്സിബിഷൻ ഹോളിൽ തന്നെയായിരുന്നു. മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പല മെറ്റീരിയൽസ് ഞാൻ സംഘടിപ്പിച്ചു. പക്ഷെ ഇതെല്ലാം സംഘടിപ്പിച്ച് എക്സിബിഷൻ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എയർപോർട്ടിലേക്ക് ഇതെല്ലാം തൂക്കിയെടുത്തുകൊണ്ട് പോവുക. പക്ഷെ എയർപോർട്ടിൽ വെച്ച് അവരെന്നെ സ്ക്രീൻ ചെയ്തപ്പോൾ ഈ മെറ്റീരിയൽ ഒന്നും ഇവിടെ കൊണ്ടാകാൻ പറ്റത്തില്ല എന്ന്. ആ മെറ്റീരിയൽ കൊണ്ടാകാൻ പറ്റത്തില്ലെന്നുള്ള അറിവ് എൻ്റെ ഹൃദയത്തിൽ തോന്നിയപ്പോൾ ആ മെറ്റീരിയൽ എല്ലാം ഞാൻ ആ എയർപോർട്ടിൽ തന്നെ കളയേണ്ടി വന്നു. പ്രിയരെ, നാം ഓരോരുത്തരും ഒരു ബർത്ത്ഡേ എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയവരാ. അതെ. പ്ലെയിൻ ഒരു എയർപോർട്ടിൽ നിന്ന് പൊങ്ങി ഇനി ഒരു എയർപോർട്ടിൽ ഇറങ്ങണം. ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാരും ഞാനും ഇറങ്ങിയിട്ടില്ല, പൊങ്ങിയതാ. ബർത്ത്ഡേ എയർപോർട്ടിൽ നിന്ന് പൊങ്ങി ഡെത്ത് ഡേ എയർപോർട്ടിൽ ഇറങ്ങണം. അതെ. ആമേൻ. ഹല്ലേലൂയ. പൊങ്ങുമ്പോ വലിയ ഹാപ്പി ബർത്ത്ഡേയാ, പക്ഷെ ഇറങ്ങുമ്പോ നമുക്ക് ഹാപ്പി ഡെത്ത് ഡേയാ. ആമേൻ. ഇറങ്ങുമ്പോ അത് സ്വർഗത്തിന്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് പറയാൻ പോലും നമുക്ക് ഇഷ്ടമല്ല. കാരണം സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. വലിയ സന്തോഷമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം പറയുകയാണ്, 7-ാം അധ്യായം പറയുകയാണ്, നിന്റെ ജന്മദിവസത്തേക്കാൾ നിനക്ക് നല്ല നിന്റെ മരണ ദിവസമാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, കുറച്ച് നേരം ഇവിടെ ഉള്ളൂ. നമ്മൾ ഒരു കാറ്റ് പോലെ ഒരു ഡോർ, ഒരു റൂമിൽ 2 ഡോറുണ്ട്. ഒരു ഡോർ കൂടി കയറി മറ്റേ ഡോർ കൂടി പോയി. ഭൂമിയിൽ ഒരു അല്പനേരമേ ഉള്ളൂ. ഈ സമയം നമുക്ക് ഇവിടെ നിന്നൊന്നും പിടിച്ചെടുക്കാനില്ല. ഇവിടെ നിന്ന് എന്ത് പിടിച്ചെടുത്താലും എന്തൊക്കെ പിടിച്ചെടുത്താലും ഞാൻ മില്യൺ നേടി, മില്യൺ നേടി. ഓ, നീ മില്യൺ, ഞാൻ ബില്യൺ നേടി. എന്നിട്ട് എങ്ങോട്ടാ കൊണ്ടുപോണേ? ഞാൻ ആ ഷങ്കായി എയർപോർട്ടിൽ എല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ അടക്കിയതുപോലെ ഇത് പോകുന്നത് മുമ്പ്, ഇതിനു മുമ്പ് എല്ലാം സെമിത്തേരി എന്ന ആ എയർപോർട്ടിൽ എല്ലാം അടക്കും. സെമിത്തേരിക്ക് അപ്പുറം ഒന്നും പോകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ ലോകത്തിന്റെ ധനത്തിന്റെ പുറകെ ഓടാതെ പ്രിയ പൈതലെ, നീ ദൈവ ഇഷ്ടം മനസ്സിലാക്കി അത് ചെയ്താൽ നീ എന്നേക്കും നിലനിൽക്കും. ആമേൻ. അപ്പോൾ പ്രിയ ദൈവത്തിന് ഞാൻ ഇവിടെ പറയുന്നത് മനസ്സിലാക്കുന്നത്, ദൈവത്തിന് ജനിച്ചാൽ അതുകൊണ്ട് പ്രവർത്തിച്ചാൽ അവൻ ദൈവത്തിന്റെ പൈതല, ദൈവത്തിന്റെ പുത്രനാണ്. ഇങ്ങനെ ഗോഡ് ഹെഡ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാ. അതായത് പിതാവിനുള്ളത് ധാരാളം കാര്യങ്ങളുണ്ട്, എല്ലാം വെളിപ്പെട്ടിട്ടില്ല.
ഇതിൽ വെളിപ്പെട്ട് കിട്ടുന്നതാണ് വചനമായി തീർന്നത്. ആമേൻ. പിതാവിന്റെ ചിന്തകൾ വചനമല്ല, പക്ഷെ വചനമാകാം. ദൈവവചനം പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രയും അതരം സംസാരിക്കുന്നത്. ഒരിക്കലും അതരം സംസാരിച്ചാൽ അത് വചനമായി. മനസ്സിലാവുന്നുണ്ടോ? പിതാവിന്റെ ചിന്തകൾ പുത്രന് കൊടുക്കുകയാണ്. പുത്രന് കൊടുത്താൽ അത് വചനമായി. മനസ്സിലായോ? പുത്രന്റെ പേരാ വചനം. മനസ്സിലായോ? വചനമായി. പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ വഴി നിർത്തി. എന്താ സത്യം? നിന്റെ വചനമാകുന്നുവല്ലോ സത്യം. അപ്പൊ ഈ വചനം പരിശുദ്ധാത്മാവ് എടുക്കും. വചനം പരിശുദ്ധാത്മാവ് എടുത്തിട്ട് ഈ വചനം നമുക്ക് തരും. എന്തിനാ? നീ അതിന് വഴി നടക്കാൻ, നീ അതുപ്രകാരം പ്രവർത്തിക്കാൻ ഇത് നമുക്ക് തരികയാണ്. പ്രിയരെ, ഇത് പഴയ നിയമത്തിലും ഇതിന്റെ ഒരു സിംബോൾ ഉണ്ടായിരുന്നു. ഒരു സിമ്പൽ, പഴയ നിയമത്തിൽ ഒരു സിമ്പൽ ഉണ്ടായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിനെ മെയിൻ ഓഫീസുകൾ 7 ഉണ്ട്. മെയിൻ ഓഫീസ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് 7 തലത്തിൽ പ്രവർത്തിക്കുക. മെയിനായിട്ട് നമ്മളിപ്പോ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ UAE ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ, ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലാണ് പറയുന്നത്. പക്ഷേ ഈ ഗവൺമെന്റിന്റെ കീഴിൽ പല പല മിനിസ്ട്രികളുണ്ട്. ഒന്ന് ഹോം മിനിസ്ട്രി, എഡ്യൂക്കേഷൻ മിനിസ്ട്രി, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ഇമിഗ്രേഷൻ, അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ഇങ്ങനെ പല പല മിനിസ്ട്രികളാണ്. ഇതെല്ലാം ഗവൺമെന്റിന്റെ കീഴിലാണ്. ഇതേപോലെ പരിശുദ്ധാത്മാവിന്റെ കീഴിൽ, മനസ്സിലാവുന്നുണ്ടോ? ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. യേശുവിന്റെ ഷോൾഡറിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവ്, ഈ മുഴുവൻ കിങ്ഡത്തിന്റെ അധികാരവും യേശു വഹിക്കുക. അപ്പോൾ യേശു ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്, നമുക്ക് ദൈവവചനം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നോക്കിയാൽ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് കാണാം. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞ യേശുവാ. ഈ യേശുവിന് അവിടെ പറയാണ്, ആ കുഞ്ഞാടിന് 7 കണ്ണുകൾ. ദൈവത്തിന്റെ വചനം പറയും 7 കണ്ണുകൾ എന്ന് പറഞ്ഞാൽ സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളാണ്. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഇതിനെ കൂടാതെ വേറെ ആത്മാക്കളുണ്ടെന്നല്ല, പരിശുദ്ധാത്മാവിന്റെ കീഴിൽ തന്നെയുള്ള, പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കുന്ന 7 ഡിഫറെന്റ് ഓഫീസുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയാണ് ആ കാണിക്കുന്നത്, 7ലൂടെ കാണിക്കുന്നത്. എന്നാൽ ഇതിനും വീണ്ടും അതിന്റെ കീഴിൽ മറ്റു ഓഫീസുകളുണ്ട്. അപ്പോൾ പ്രിയരെ, ഈ കുഞ്ഞാടിന്റെ തലയിലാണ് 7 കണ്ണുകൾ ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം കുഞ്ഞാടാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? അവൻ യേശുവിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് തന്നെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്. ഈ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്ത് ഒരു വിളക്കുണ്ട്, നിലവിളക്കുണ്ട്. ഈ നിലവിളക്കിന് നിങ്ങൾക്കറിയാമോ എത്ര വിളക്കുകളുണ്ടെന്ന്? ഒറ്റ വിളക്കാണെങ്കിലും അതിൽ 7 വിളക്കുകളുണ്ട്. 7 വിളക്കുകൾ. ഈ 7 വിളക്കുകൾ കാണിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ദൈവത്തിന്റെ 7 ആത്മാക്കളെ കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ 7 ആത്മാക്കളെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യെശയ്യാ 11:2 ഈ 7 ആത്മാക്കളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ ആ സമാഗമന കൂടാരത്തിലെ ആ വിളക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണും. ആ വിളക്കിൽ നോക്കിയേ, ആ വിളക്കിൽ 7 ദീപങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 7 ദീപങ്ങൾ. ഇനി ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു, ദൈവത്തിന്റെ 7 ആത്മാക്കൾ. ആമേൻ. വായിച്ചാട്ടെ യെശയ്യാ 11:2. യേശുവിന്റെ മേൽ വസിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. യേശുവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്. 2, 3. ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്. 4, 5. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 6. യഹോവ ഭക്തിയുടെ ആത്മാവ്. 7. അവന്റെ മേൽ ഈ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയായ 7 ആത്മാവ് യേശുവിന്റെ മേൽ വസിക്കും. ദൈവത്തിന്റെ വചനം വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മേല് ഈ 7 കണ്ണുകളുമുണ്ട്. 7 കണ്ണുകളുമുണ്ട്. ദൈവത്തിന്റെ വചനം പല ഭാഗങ്ങളിലും അത് പറയുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് 1:4 വായിച്ചാൽ,
യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് എഴുതുന്നത്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. ദൈവസിംഹാസനത്തിന്റെ മുമ്പിലുള്ള 7 ആത്മാക്കൾ. അപ്പൊ ദൈവസിംഹാസനത്തിന് മുമ്പിൽ എത്ര ആത്മാക്കളുണ്ട്? 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. ആമേൻ, ആമേൻ. ഇനി വായിച്ചേ, വെളിപ്പാട് 5:6 വായിച്ചേ. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും, കുഞ്ഞാടിന് 7 കൊമ്പും, സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും. ഒരു കുഞ്ഞാടിന് 7 കണ്ണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ കുഞ്ഞാടിനെ നോക്കിയേ, അതിന് 7 കണ്ണില്ലേ? ആ 7 കണ്ണ് ഇത് ഇന്ന് പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലല്ല, ഇന്ന് പ്രവർത്തിക്കുന്ന ഭൂമിയിലാണ്. ആമേൻ. ഇന്ന് മനുഷ്യനെ, ബലഹീനനായ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ, ഈ മനുഷ്യനിലൂടെ യേശുവിന് പ്രവർത്തിക്കുവാൻ, യേശു പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾ ഒരു കാലത്തും അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. എങ്ങനെ? ഈ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നാൽ എങ്ങനെ യേശു മടങ്ങി വരുന്നേ? കാരണം ഈ പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കത്തില്ല, എനിക്ക് സംസാരിക്കാനുള്ളതേ സംസാരിക്കൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എനിക്ക് സംസാരിക്കാനുള്ളതേ പരിശുദ്ധാത്മാവ് സംസാരിക്കൂ. അപ്പോൾ പ്രിയരെ, ഇന്ന് പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? ദൈവവചനം പറയുക, 1 Corinthians 3:16, 6:19, കൊളോസ്യർ 1:27 ഈ ഭാഗങ്ങളൊക്കെ പറയുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമല്ലോ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ പോയ തിരിച്ചു വരും. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ. അപ്പോൾ ഇന്ന് ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മളോട് പ്രവർത്തിക്കുന്ന ക്രിസ്തുവാ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിന് ഇത് കഴിഞ്ഞിരുന്നില്ല. ക്രിസ്തു ഒരിടത്ത് പ്രസംഗിച്ചാൽ ഒരിടത്തെ പ്രസംഗിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് സ്വയം ത്യജിച്ച് ക്രിസ്തുവിന് വേണ്ടി, ദൈവാത്മാവിന്റെ സ്വരത്തിന് വേണ്ടി നമ്മളുടെ ഈ ശരീരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, അവൻ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നല്ലോ. ഈ ശരീരവും അതേപോലെ ഞാനും നിങ്ങളും ദൈവത്തിനായി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ ഈ ലോകത്ത് പ്രവർത്തിക്കും. അങ്ങനെ യേശു ചെയ്തതിലും വലിയത് നമ്മൾ ചെയ്യും. എങ്ങനെ? ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ യേശുവിന് വേണ്ടി ഒരുമിച്ച് പ്രസംഗിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ യേശുവാ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? സാക്ഷാൽ യേശു നമ്മുടെ ശരീരം ഉപയോഗിച്ച്, നമ്മുടെ സ്വയം ഇല്ല എങ്കിൽ പിന്നെ ആരുടെ സ്വയമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? യേശുവിന്റെ സ്വയമാണ് പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആരാ പ്രവർത്തിക്കുന്നത്? യേശുവാ പ്രവർത്തിക്കുന്നത്, നമ്മളല്ല. യേശുവാ പ്രവർത്തിക്കുന്നത്, നമ്മളല്ല. ഇതാ യോഹന്നാന്റെ സമയത്ത് പരീശന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്, ഓ യേശു വരുന്നതിന് മുമ്പ് ഏലിയാവ് വരണമല്ലോ. അവര് ചിന്തിച്ചു, ഓ ഏലിയാവിന്റെ ഒരു ബോഡി, ഒരു താടിയൊക്കെ ഉള്ള ഒരു പ്രത്യേക ആള് വരും. നോ, യേശു പറഞ്ഞു ഏലിയാവൊക്കെ വന്നിട്ട് പോയി, നിങ്ങൾ അറിഞ്ഞില്ല. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ യോഹന്നാൻ വന്നു. യോഹന്നാൻ പോലും അത് അറിഞ്ഞില്ല. ഞങ്ങളിനി വേറൊരുത്തരെ കാത്തിരിക്കണമെന്ന് ചോദിച്ചേ. പക്ഷേ കർത്താവ് യേശു പറയുക, ഏലിയാവ് വന്നു കഴിഞ്ഞോ, ഏലിയാവിന്റെ ആത്മാവോടെ യോഹന്നാൻ വന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈ നാളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. അപ്പൊ ക്രിസ്തു എവിടെയുണ്ട്? ഇന്ന് ഭൂമിയിലുണ്ട്. എങ്ങനെ? നമ്മളിലൂടെ യേശു ഇന്ന് ഭൂമിയിലുണ്ട്. പക്ഷെ ഒരു കാര്യം, പ്രിയ പൈതലേ, സ്വയത്തെ ത്യജിച്ച് യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറുണ്ടോ? കുഞ്ഞെ, നിന്നിലൂടെ യേശു ക്രിസ്തു പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ലോകത്തിന്റെ അത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും, ഇപ്പൊ കിട്ടും, എല്ലാം കിട്ടും, കിട്ടി അവസാനം സമയത്തെരിപ്പിന്ന് പെട്ടും പോയി. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയല്ല ഈ ലോകത്ത് നമ്മൾ ഓടുമ്പോൾ സോപ്പ് കുമിളകളല്ല പിറക്കേണ്ടത്. സോപ്പ് കുമിളകൾ അല്ല പിറക്കേണ്ടതാ, നല്ല മുത്ത് തന്നെ പിറക്കണം. ഏത് മുത്ത? അത് നിത്യമായ മുത്ത് തന്നെ പിറക്കിക്കൊണ്ട് പോകാൻ ബുദ്ധി ഉപദേശിക്കുകയാ. ഈ ലോകവും ലോകത്തിന്റെ മോഹങ്ങൾ നശിച്ചു പോകും, ഇല്ലാതെയാകും. പക്ഷെ കുഞ്ഞെ, നീ ദൈവ ഇഷ്ടം ചെയ്യുന്നുവെങ്കിൽ നീ എന്നേക്ക് നീ നിലനിൽക്കുക. അതുകൊണ്ട് ഇവിടുത്തെ കുമിളകൾ പിറക്കാൻ, അത് കിട്ടും, ഇത് കിട്ടും, പ്രമോഷൻ കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, ഇതിന്റെ പുറകെ ഓടല്ലേ. നീ കർത്താവിന്റെ പുറകെ പോ. ഈ ലോകത്തിലെ ദൈവം ഉണ്ടാക്കിയ സമ്പത്ത് നിന്റെ പുറകെ ഓടും. പക്ഷെ നീ അതിനെ വകവയ്ക്കത്തില്ല. കാരണം നീ എന്റെ പുറകെ ഓടാൻ എന്റെ ദൈവം നിയോഗിച്ചിരിക്കുക നിന്നെ.
നീ എന്റെ പുറകെ വാ, പക്ഷെ നിന്നെ വാക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ എന്റെ ദൈവത്തിന്റെ വേല ചെയ്യട്ടെ. സമർപ്പിക്കാൻ മനസ്സുള്ളവര് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയ പിതാവേ, ഈ ജനത്തെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അങ്ങയുടെ സ്വരം ഞങ്ങളുടെ മർത്യ ശരീരത്തിലൂടെ കേൾക്കുന്ന ഈ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാറ്റുപോലെ ഒഴിഞ്ഞു പോകുന്ന ഒരു ജീവിതമേ ഞങ്ങൾക്കുള്ളൂ. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ ഉള്ളൂ. ഞങ്ങളുടെ പിതാക്കന്മാരെ നോക്കുമ്പോൾ ഞങ്ങൾ അവരെ കാണുന്നില്ല. അവരിവിടുന്ന് മറഞ്ഞുപോയി. ഒരു കാറ്റ് പോലെ മറഞ്ഞു പോകുന്ന ഒരു കാറ്റ് പോലെ അവരും കടന്നുപോയി. ഞങ്ങളും ഒരു കാറ്റ് പോലെ കടന്നുകൊണ്ടിരിക്കുകയാ. ഒരു ബർത്ത്ഡേ ഒരു എയർപോർട്ടിൽ നിന്ന് പൊങ്ങി മറ്റൊരു എയർപോർട്ടിൽ അവസാനിക്കുന്ന പ്ലെയിൻ പോലെ ഒരു ബർത്ത്ഡേ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പൊങ്ങി ഒരു ഡെത്ത് ഡേ എയർപോർട്ടിൽ അവസാനിക്കാൻ പോവുകയാ. ഇതിനു മുമ്പ് അപ്പ അങ്ങയുടെ തിരുഹിതം മനസ്സിലാക്കി അങ്ങ് തന്ന ശരീരത്തിലൂടെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഈ കേൾക്കുന്ന ജനത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, ലോകത്തിൽ നിന്ന് ഈ മക്കളുടെ എല്ലാം കണ്ണുകൾ മാറട്ടെ, പകരം അങ്ങയിലേക്ക് കണ്ണുകൾ ഉയരട്ടെ കർത്താവേ. ഈ ലോകത്ത് കുമിളകളെ പറത്തി കടന്നു പോകാനല്ല, പകരം ഈ ലോകത്ത് നിത്യമായ നിധിയായ ആ ദൈവരാജ്യം തന്നെ അവകാശമാക്കി കടന്നു പോവാൻ ഈ മക്കളെ സഹായിക്കണം. അങ്ങയുടെ നാമത്തിൽ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹമായിരിക്കട്ടെ കർത്താവേ. ഈ ചാനലിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇതെല്ലാം വർദ്ധിച്ചു വരട്ടെ. ദൈവനാമ മഹത്വനായി തീരട്ടെ. കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാ. ലോകം കേൾക്കാത്ത നിങ്ങൾ കേട്ടിരിക്കുന്നു. കേട്ട വചനം ദീപം പോലെ കരുതുക. ഈ ലോകത്തിൽ ആ നിലവിളക്ക് കത്തുന്നത് പോലെ നാം കത്തുവാൻ ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. പ്രിയരെ ശ്രദ്ധിക്കുക. ഇതിന്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ കേൾക്കുവാൻ താല്പര്യമുണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇതിന്റെ CD DVD നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനിടയാകും. മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന്റെ പല എപ്പിസോഡുകൾ യൂട്യൂബിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഇത് പ്രാപിക്കുവാനും കേൾക്കുവാനും കഴിയും. ദൈവത്തിനോട് കൂടിയിരിക്കട്ടെ. അടുത്ത ആഴ്ച ദൈവം അനുവദിക്കുന്നതിൽ ഇതേ സമയം ഇതേ ചാനൽ ഞങ്ങൾ വീണ്ടും കാണും. കർത്താവ് കൂടിയിരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക. മാറ്റണേ